നമസ്കാരം. കാനഡയിൽ 36-കാരൻ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടിരിക്കുകയാണ്. മുൻ ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് പ്രതി ചേർത്തിരുന്ന 36-കാരനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സംഭവത്തിലുള്ള അന്വേഷണം ഇപ്പോൾ തുടർന്നു വരികയാണ്. മുൻ ഭാര്യയുടെ കൊലപാതകത്തിൽ മുഖ്യപ്രതിയായി പോലീസ് ആരോപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കാനഡയിൽ ഈ ഇന്ത്യക്കാരൻ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. 36 വയസ്സായിരുന്നു അയാൾക്ക്. മുൻ ഭാര്യയെ കൊലപ്പെടുത്തിയ പ്രതി രാകേഷ് പട്ടേലാണ്. രാകേഷ് പട്ടേൽ എന്നാണ് അയാളുടെ പേര്. 36-കാരനായ അദ്ദേഹം ടൊറന്റോയിലാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. രാകേഷ് പട്ടേലിന്റെ മരണത്തിൽ കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് ഏറെ നിർണായകമായ ഒരു കാര്യം. ജനുവരി 17-നാണ് രാകേഷ് പട്ടേലിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പക്ഷേ ജനുവരി 13-ന് രാകേഷ് പട്ടേലിന്റെ മുൻ ഭാര്യ കൊല്ലപ്പെടുകയായിരുന്നു. ഹീരൽ പട്ടേലാണ് മുൻ ഭാര്യ 13-നാണ് കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. ഹീരൽ പട്ടേലിന് 28 വയസ്സാണ്. ഹീരൽ പട്ടേലിന്റെ കൊലപാതകത്തിൽ പോലീസ് സംശയം ഉയർത്തിക്കൊണ്ട് മുഖ്യപ്രതിയായി രാകേഷ് പട്ടേലിനെ പ്രതി ചേർത്തിരുന്നു. പോലീസ് അന്വേഷണം തുടർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് കൊല്ലപ്പെട്ട നിലയിൽ രാകേഷ് പട്ടേലിനെയും കാണപ്പെടുന്നത്. എന്താണ് ഇതിന് പിന്നിലെന്ന കാര്യം പോലീസ് വിശദീകരിക്കുന്നില്ല. കൃത്യമായ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുകയുള്ളൂ എന്ന നിലപാടാണ് കാനഡ പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാകേഷ് പട്ടേലും ഹരീൽ പട്ടേലും ഒരേ സാഹചര്യത്തിലാണ് കൊല്ലപ്പെട്ടതെന്നും പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗുജറാത്ത് സ്വദേശികളായ ഇരുവരും ടൊറന്റോയിൽ താമസിച്ചു വരികയായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. 5 വർഷത്തെ വൈവാഹിക ജീവിതത്തിന് ശേഷം 2019 ഓഗസ്റ്റിലാണ് ഇവർ വേർപിരിയുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. ഏറെ ഞെട്ടലിലാണ് അയൽവാസികളും അതുപോലെ തന്നെ ബന്ധുക്കളും. എന്തായാലും ഈ ഒരു വിഷയത്തിലുള്ള കൃത്യമായ അന്വേഷണത്തിന് ശേഷമേ റിപ്പോർട്ടുകൾ പുറത്തുവിടാനാകൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ് കാനഡ പോലീസ് ഉറച്ചു നിൽക്കുന്നത്. 36-കാരനാണ് കൊല്ലപ്പെട്ട ഇന്ത്യക്കാരനായ രാകേഷ് പട്ടേൽ. രാകേഷ് പട്ടേലിന്റെ ഭാര്യ ടൊറന്റോയിൽ അതിന് മുൻപുള്ള ദിവസം മരിച്ച നിലയിൽ കാണപ്പെട്ടിരുന്നു. ഈ ഒരു സംഭവത്തിൽ പ്രതി ചേർത്തുകൊണ്ടുള്ള അന്വേഷണം നടന്നു വരുന്ന ഒരു സാഹചര്യം. രാകേഷ് പട്ടേലിനെ സംശയിച്ചുകൊണ്ട് രാകേഷ് പട്ടേലിലേക്ക് പോലീസ് അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്ന ഈ സാഹചര്യത്തിലാണ് രാകേഷ് പട്ടേലിന്റെ മരണവും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ എന്ത് നിലപാടെടുക്കണമെന്നറിയാതെ നിൽക്കുകയാണ്. അന്വേഷണം വഴിതിരിച്ചു വിടേണ്ട ഒരു സാഹചര്യം, മറ്റുള്ളവരിലേക്ക് അന്വേഷണം പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ആരാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്നുള്ള കാര്യം ഇപ്പോൾ കാനഡ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കാനഡ പോലീസ് ഇതുവരെ നടത്തുവന്ന അന്വേഷണങ്ങളെല്ലാം തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ഒരു രീതിയിലാണ് ഈ കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒന്നേന്നുമുള്ള ഒരു അന്വേഷണം ആവശ്യകതമായി വരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ റിപ്പോർട്ടൊന്നും പുറത്തുവിടാൻ സാഹചര്യമില്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. മരണത്തിൽ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്ന് തന്നെയാണ് പോലീസും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇരുവരുടെയും കൊലപാതകത്തിലുള്ള അന്വേഷണം ഊർജിതമാക്കാൻ തന്നെയാണ് ഇപ്പോൾ കാനഡ പോലീസ് തയ്യാറെടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.